ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ നമുക്കിന്ന് ഒരു ബൊക്കറ്റ് ഫ്ലവർ ഉണ്ടാക്കാം. ഓക്കെ, ബൊക്കറ്റ് ഫ്ലവറിനോ ബൊക്കറ്റ് കോസ്റ്റർ അതെല്ലാം പറയല്ലേ, ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കോസ്റ്ററായിട്ടും ബ്ലാങ്കറ്റായിട്ടും ബൊക്കറ്റായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തത് അക്രലിക് യാണാണ്. അതേപോലെ 3.2 മില്ലിമീറ്റർ ഹുക്കുമാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ആദ്യം മാജിക് റിങ് ഇടാം. ഇതേപോലെ മാജിക് റിങ് ചെയ്യുക. ചെയിൻ 2 1 2 ചെയിൻ ഇട്ടതിന് ശേഷം നമ്മൾ 12 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 next 3 next 4 5 ഇതേപോലെ 12 ഇട്ടതിന് ശേഷം കാണാം. ഇതാ 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഇവിടുന്ന് ഇതിന് നല്ലോണം ടൈറ്റാക്കിയിട്ടൊന്ന് വലിച്ചു കൊടുക്കും. കുറച്ച് ടഫായിരിക്കും, എന്നാലോ വലിച്ചാൽ ഓക്കെ ആയിട്ട് വന്നോളൂ. ഇതേപോലെ ടൈറ്റിൽ വലിക്കും. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ചെയിൻ 2 ഇട്ടിട്ടുണ്ടല്ലേ. ഇതാ, അപ്പോൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി 12 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നു. സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി നമുക്ക് സെക്കൻഡ് റോ എങ്ങനെയാണെന്ന് നോക്കാം. സെക്കൻഡ് റോ ചെയിൻ 2, എന്നിട്ട് എന്ത് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1, അതായത് ഇൻക്രീസിങ് ചെയ്യുക. 2, എന്നിട്ട് എന്ത് ചെയ്യുക, ചെയിൻ 1, എന്നിട്ട് നെക്സ്റ്റ് ചെയിനിലും നമ്മൾ 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2, നെക്സ്റ്റ് ചെയിൻ 1. ഇതേപോലെ നമ്മൾ 12 ടൈംസ് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 1 2, ഒരു ചെയിനിൽ 2 DC ചെയ്യുക, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ എത്തിയിട്ട് കാണാം. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ചെയിൻ 1 ഇടാൻ മറക്കരുത്. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പ് ചെയിൻ 1 ഇടുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യേൻ്റെ മേലെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റോ നോക്കാം. തേർഡ് റോ ചെയിൻ 2, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെയിം സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, അതായത് 1 2 പാറ്റേൺ ആയിട്ടാണ് വരുന്നത്. 1 2 1 2, അതായത് 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഇൻക്രീസിങ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, 1 ചെയിൻ ഇട്ട് കൊടുക്കുക. ആ ചെയിൻ ഇടുന്നതിനനുസരിച്ചിട്ട് താഴത്തെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റ് ചെയിൻ വേണ്ട, അതായത് നമ്മൾ ഈ ചെയിൻ 1 സ്പേസില്ലേ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യേൻ്റെ നേരെ മേലെ 1 ഡബിൾ ക്രോഷ്യ, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻക്രീസിങ് കൊടുക്കുക, അതായത് 2 ഡബിൾ ക്രോഷ്യ, 1 2, നെക്സ്റ്റ് എന്താ, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് നേരെ ഡബിളിൻ്റെ മേലെ 1 ഡബിൾ, നെക്സ്റ്റ് 2 ഡബിൾ, 1 2. കണ്ട, ഈ പാറ്റേൺ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 1, ഇനി അടുത്തത് ഇത് സ്കിപ്പ് ചെയ്യുക, നെക്സ്റ്റ് ഡബിളിൻ്റെ മേലെ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് കാണാം. തേർഡ് റോ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. നേരത്തെ പോലെ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളെ 3 റോ കംപ്ലീറ്റ് ആയി. റോസ് കൗണ്ട് ചെയ്യുന്നത് 1 2 3. ഓക്കെ, ഇനി ഫോർത്ത് റോ ചെയിൻ 2, നെക്സ്റ്റ് സെയിം സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ, ഒന്നും കൂടി 1 ടൈംസ് 1 ഡബിൾ ഇട്ട് കൊടുക്കുക.
അടുത്തതിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുക, അതായത് 2 ഡബിൾ ഇട്ട് കൊടുക്കുക. അതായത് ഈ 4th റോയിൽ നമ്മൾ 2 ടൈംസ് 1 ഡബിളും പിന്നെയാണ് ഇൻക്രീസിങ് ചെയ്യുന്നത്, അതായത് 1 1 2 അങ്ങനെയാണ് ചെയ്യുന്നത്. ചെയിൻ 1, ഈ ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിന് ഇതേപോലെ തന്നെ 1 ഡബിൾ, നെക്സ്റ്റ് 1 ഡബിൾ, നെക്സ്റ്റ് 2 ഡബിൾ, അതായത് ഇൻക്രീസിങ് 2 ഡബിൾ, നെക്സ്റ്റ് ചെയിൻ 1. ഇത് ഇതേപോലെ ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇവിടെ എത്തിയിട്ട് കാണിക്കാം. ഇതെൻ്റെ 4th റോ കംപ്ലീറ്റ് ആയി. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയിനിൽ പോയിട്ട് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം ഇത്ര വരെയുള്ള റോസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ മേലെ ഇനിയും വലിയ, ഇതിപ്പം കോസ്റ്റർ ടൈപ്പ്, ചെറിയ കോസ്റ്റർ ടൈപ്പ് അല്ല, നമുക്ക് കപ്പ് ജഗ് അങ്ങനത്തെ എല്ലാം മേലെ വെക്കാൻ പറ്റും. നമുക്ക് ഇനി ടേബിളിൻ്റെ മേലെ വലുതായിട്ട് ചെയ്യണമെങ്കിൽ ഇതിലും കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പം അതിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പം 2 ടൈംസ് അല്ലേ 1 DC ഇട്ടത്, നെക്സ്റ്റ് 5th റോയിൽ 3 ടൈംസ് 1 DC ഇടുക, എന്നിട്ട് ഇൻക്രീസിങ് ചെയ്യുക. അതുതന്നെ കണ്ടിന്യൂസ് ആയി ചെയ്യുക. അതിൻ്റെ മേലെ 4 ടൈംസ് 1 DC ഇടുക, പിന്നെ ഇൻക്രീസിങ് ചെയ്യുക. അതിൻ്റെ മേലെ 5 ടൈംസ് 1 DC പിന്നെ ഇൻക്രീസ്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഇൻക്രീസിങ് റോ കൊണ്ടുവരുത്ത്. അതിന് ശേഷം മാത്രം നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്യുക. ഞാനിപ്പം ഇത്ര റോയെ കാണിക്കുന്നില്ലോ, അതുകൊണ്ടാണ് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെയിൻ 1 ഇട്ടതിന് ശേഷം മാത്രം ഇവിടുന്ന് കട്ട് ചെയ്യുക. ഞാനിതിപ്പോൾ കട്ട് ചെയ്യാത്തത്, ഞാനിത് അയക്കുന്നതുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് കേട്ടോ. ഇവിടുന്ന് നിങ്ങൾ ചെയിൻ 1 ഇട്ടിട്ട് കട്ട് ചെയ്യണേ. ഓക്കെ, ഞാൻ നെക്സ്റ്റ് കളറ് ഇതിൽ ആഡ് ചെയ്യുന്നതും കൂടി കാണിക്കാം. ഞാനിപ്പം ഗ്രീൻ കളറാണ്. ഇനി നമുക്ക് ഗ്രീനി കളറാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അതായത് ഫ്ലവർ ബൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഇനി ഗ്രീൻ പോർഷനാണ് എടുക്കുന്നത്. ഇതാ ആദ്യം ഇതിലേക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ടല്ല ഉള്ളത്. കട്ട് ചെയ്ത ആ ഭാഗത്തുനിന്ന് നമ്മൾ സ്ലിപ്പ് നോട്ടിന് ഇതാ ഈ ആണിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിക്കുക. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ഇതിൻ്റെ ഉള്ളിലേ വലിക്കുക. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത ഈ ഭാഗം ഉണ്ടാവും, അതിന് ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിപ്പിടിക്കുക. ഈ 2 യാണിനെയും ഇതിൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കുക. ഓക്കെ, അപ്പോൾ അതങ്ങ് ഹൈഡ് ചെയ്ത് പോയിക്കോളും, ഇല്ലെങ്കിൽ നിങ്ങൾക്കത് വയ്യ ഹൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചെയിൻ 1 ഇട്ട് കൊടുത്തു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ സെയിം സ്പേസിൽ തന്നെ നമ്മൾ 1 DC ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ, അതായത് ചെയിൻ 1 ഇട്ട സെയിം സ്പേസിൽ 1 DC അല്ല, സോറി, സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, ചെയിൻ 3, 1 2 3 ചെയിൻ ഇടുക. അതിന് കണക്കായിട്ട് ഇവിടെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ഇടുക. ഈ പാറ്റേൺ ആണ് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകേണ്ടത്. എന്താ അടുത്തത്, ചെയിൻ 3 2 3, നെക്സ്റ്റ് 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയിൻ 3 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3rd ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ. ഈ പാറ്റേൺ ഇതേപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നിടത്തും കാണാം. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇതാ ചെയിൻ 3 ഇടുക. 1 2 3. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതാ ലാസ്റ്റ് നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ 2 ചെയിൻ എണ്ണായിട്ടാണ് സ്കിപ്പ് ചെയ്യാൻ. ഇത് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്ത ചെയിനിങ് സ്റ്റിച്ചാണ് കേട്ടോ. ഇതാ ഇവിടെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്ത് പോയിട്ട് ഇതാ ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മളെ ആ റോ കംപ്ലീറ്റ് ആയി. ഇതെല്ലാം കട്ട് ചെയ്യും കേട്ടോ, ഇതെല്ലാം കട്ട് ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഇത് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവല്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാനിത് അയക്കുന്നതുകൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യാതെ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് 6th റോ നോക്കാം. 6th റോയിൽ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ചെയിൻ 1 ഇട്ടു. എന്നിട്ട് നമ്മളിതാ ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഇവിടെ പോയിട്ട് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യും. 1 സിംഗിൾ ക്രോഷ്യ. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയിൻ 3 1 2 3 ചെയ്യുക. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയിൻ കണ്ട അത് സ്കിപ്പ് ചെയ്ത് 2nd ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
ഇതാ സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാ ഇതേപോലെ വലിക്കുക. 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 സിംഗിൾ ക്രോഷ്യ, എന്നിട്ട് ചെയിൻ 1. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഈ ഹോൾ കണ്ട ഇതിലേ പോയിട്ട് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. കണ്ട നമുക്ക് ഇതേപോലത്തെ ഒരു പാറ്റേൺ കിട്ടും ലീഫ് മോഡലായിട്ട്. ഇനി എന്ത് ചെയ്യുക, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ചെയിൻ 3, സെക്കൻഡ് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1, നെക്സ്റ്റ് ഹോളിൽ പോയിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെയിം പാറ്റേൺ 1 2 3, സെക്കൻഡ് ചെയിനിൽ സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1, ഇവിടെ പോയിട്ട് സിംഗിൾ ക്രോഷ്യ. ഈ പാറ്റേണിന് റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ട് കാണാം. നമ്മളിത് കംപ്ലീറ്റായി. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത ഇവിടെ പോയിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അതിനുശേഷം ഇവിടെ ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ചെയിൻ 1 ഇടുക. ശരിക്കും നോക്കിക്കോ, നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. എന്നിട്ട് ചെയിൻ 1 ഇട്ടതിന് ശേഷം മാത്രം ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ഞാനിതും കട്ട് ചെയ്യുന്നില്ല, അഴിക്കുന്നത് കൊണ്ട് കേട്ടോ. നമ്മളെ ലീഫി പാറ്റേണും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് റോസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് ഞാൻ റെഡ് കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ചെറിയ പോസ്റ്റർ ആയതുകൊണ്ട് ചെറിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പം വലിയത് ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ റോ കൂട്ടിയതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷമാണ് ഫ്ലവർ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ വലിയ കോസ്റ്ററാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫ്ലവറിൻ്റെ ചെയിനിൻ്റെ കൗണ്ട് കൂട്ടിയിട്ട് വലിയ ഫ്ലവർ ഉണ്ടാക്കുക കേട്ടോ. ഞാനിപ്പം ഇതിന് പറ്റിയ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, 7 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. 1 2 3 4 5 6 7. നിങ്ങൾക്ക് വലുതാണെങ്കിൽ ഇതിനും കൂട്ടി ചെയിന് കൂട്ടി ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യുക, ആ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 ഹാഫ് ഡബിൾ, നെക്സ്റ്റ് സെയിം സ്പേസിൽ തന്നെ 1 മോർ ഹാഫ് ഡബിൾ. അതായത് എല്ലാ ചെയിൻ സ്പേസിലും ഞാൻ 2 ഹാഫ് ഡബിൾ വെച്ചിട്ടാണ് ഈ ഫ്ലവർ പാറ്റേൺ ഉണ്ടാക്കുന്നത്, റോസ് ഫ്ലവർ. നെക്സ്റ്റ് ചെയിനിലും 2 ടൈംസ് ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കും. അതായത് ഇൻക്രീസിങ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കിപ്പം 10 ചെയിൻ ആണെങ്കിൽ 10 ചെയിൻ വെച്ചിട്ട് ഇതേ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഓക്കെ, ഹാഫ് ഡബിൾ, നെക്സ്റ്റ് 2 ഹാഫ് ഡബിൾ, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 1, നെക്സ്റ്റ് 2. കണ്ടോ? ഇതേപോലെ ചെയ്തതിന് ശേഷം ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ഇതാ ഞാൻ യാണ് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇതേപോലെ ചുരുട്ടി കൊടുക്കും. കണ്ടോ? നമുക്ക് റോസ് പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളെ നീഡിൽ വെച്ചിട്ട് നമുക്ക് സോ ചെയ്തെടുക്കാം. ഇതാ ഇതേപോലത്തെ നീഡിൽ കിട്ടും, തവിസ്ട്രി നീഡിൽ നോട്ട്. എൻ്റെ അടുത്ത് ഈ ടൈപ്പ് നീഡിലാണ് ഉള്ളത്. നിങ്ങളുടെ അടുത്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ ആ ടൈപ്പ് എടുക്കാം. ഓക്കെ, ഇതിലേക്കിത് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ഇതിനെ ടൈറ്റൻ ചെയ്ത് തുന്നിക്കൊടുക്കുക. ഒന്ന് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടൊന്ന് തുന്നിക്കൊടുത്താൽ മതി. ബാക്ക് സൈഡാണ്. കണ്ടോ? ഇതവിടെ ടൈറ്റായി. ഇനി നമുക്ക് ഇതിനെ
ഈ എല്ലാത്തിൻ്റെയും ഈ ഇത് കണ്ടോ, അതിൽ പോയിട്ട് നമുക്ക് ഒന്നിക്ക നിങ്ങൾക്ക് ഇവിടെ തുന്നിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. എവിടെയാണ് നിങ്ങൾ ഇഷ്ടം എന്ന് വെച്ചാൽ അവിടെ കൊടുക്കാം. ഒന്നിക്കൽ ഇവിടെ കൊടുക്കാം. കണ്ടോ, ഈ 2 ഗ്യാപ്പിൻ്റെ ഇടക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് ആ ഹൈഡ് ചെയ്ത് മാറ്റണേ ആ യാൺസിന് എല്ലാ ഈ ഗ്യാപ്പിൻ്റെ ഇവിടെയും ഇതേപോലെ ഫ്ലവർ അറ്റാച്ച് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പിൽ അറ്റാച്ച് ചെയ്യുക. ചെയ്യുമ്പം എല്ലായിടത്തും ഒരുപോലെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ ഗ്യാപ്പിൽ അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഗ്യാപ്പാണോ ആ ഗ്യാപ്പിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കുക. നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ 2ൻ്റെയും സെൻറ്റർ ഉണ്ടോ ഇവിടെ അറ്റാച്ച് ചെയ്യുക. ഒന്നുകൂടി വൃത്തി അവിടെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഈ 2ൻ്റെയും സെൻറ്ററിലായിരിക്കും. അപ്പം നമുക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് കിട്ടും. എന്നിട്ട് ഇതിന് 2നെയും ഇതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് അതവിടെ ഇതാക്കും. ഇനി അടുത്ത ഫ്ലവർ ഇവിടെ വരണം. അടുത്തത് ഇവിടെ, അടുത്തത് ഇവിടെ. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്താക്കുക. ഓക്കെ, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്തിരുന്നായിരിക്കും. ഓക്കെ, അതുപോലെ ഇതേപോലെ കുറച്ച് വലിയ പാറ്റേണാക്കി ചെയ്തതാണ് ഇത്. കണ്ടോ, അതിനെക്കാട്ടിയും കുറച്ച് വലുതാണ് ഇത്. ഞാനിപ്പോൾ 1 2 3 4 റോയാണ് ചെയ്തത്. ഇത് 1 2 3 4 5 6 7 റോ ചെയ്തിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ട് ചെയ്തതാണ്. അതേപോലെ ഇതിൽ ഞാൻ 2 ഫ്ലവറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് റോസ് മോഡലും ഒന്ന് ഡെയ്സി ഫ്ലവർ മോഡലും കൂടിയിട്ട് 2 ടൈപ്പ് ഫ്ലവർ ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയ വെച്ചിട്ട് എങ്ങനെയും ഈ പാറ്റേൺ മാറ്റിയെടുക്കുക കേട്ടോ. എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ തന്നെ ചെയ്യാം. കണ്ടോ, ഇതേപോലെ ഹൈഡ് ചെയ്ത് പോകണം. ഫ്ലവറിൻ്റെ നമ്മൾ തുന്നിയതൊന്നും കാണാൻ വേണ്ടി പാടില്ല. കണ്ടോ. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.